അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ നമ്മൾ നോർമൽ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ച ടൈമിൽ നമ്മൾ പഠിച്ചു നോർമൽ ആയിട്ടുള്ള ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു റേസ് അറൗണ്ട് കണ്ടീഷൻ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എടുക്കും. ആ രണ്ട് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പും തമ്മിൽ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, അതിന്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. ഈ ഒരു രീതിയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടുന്നത്. അങ്ങനെ ജസ്റ്റ് ആദ്യത്തെ ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ മാത്രം പോരെ, വേറെ രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടും. ഈ ഒരു ഫിഗറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, ഇത് അടുത്തൊരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഈ ആദ്യത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തേന് ഇൻപുട്ട് ആയിട്ട് കൊടുത്തേക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒരു നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 ജസ്റ്റ് നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ് എല്ലാ നാൻഡ് ഗേറ്റിനും. അപ്പൊ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ 5ഉം 6ഉം 7ഉം 8ഉം നാൻഡ് ഗേറ്റ് ചേർന്നത് ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, 1 2 3 4 ഈ 4 നാൻഡ് ഗേറ്റ് ചേർന്നത് അടുത്തൊരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഈ 5 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് 3 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. 6 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് 4 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. പിന്നെ അത് കൂടാതെ നമുക്കറിയാം ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 5 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 8 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിലേക്ക് ഇൻപുട്ട് ആയിട്ട് ഫീഡ്ബാക്ക് ചെയ്യും. അതേപോലെ തന്നെ 6 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് നമ്മൾ 7 എന്ന് പറയുന്ന ഒരു നാൻഡ് ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. പിന്നെ 1 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 4ലേക്കും 2 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 3ലേക്കും ഫീഡ്ബാക്ക് ചെയ്യും. നോർമലി നമ്മൾ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ രണ്ട് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പും കൂടെ ചേർത്ത് ഒറ്റ സർക്യൂട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ 1 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടും 2 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ 1 എന്ന് പറയുന്ന അതേപോലെ തന്നെ ഈ 7ഉം 8ഉം എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിലേക്ക് വരുന്ന ഇൻപുട്ടുകളാണ് നമ്മുടെ മെയിൻ ഇൻപുട്ടായ ജെയും കെയും എന്ന് പറയുന്നത്. ഈ ഇൻബിറ്റ്വീനിൽ വരുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ടിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ 8 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ 2 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിനെ 7 എന്ന് പറയുന്ന നാൻഡ് ഗേറ്റിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. ഇതാണ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുന്ന ഒരു മാറ്റം. ഇനി രണ്ടാമത്തെ മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ജസ്റ്റ് അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ കേസിൽ നമുക്ക് രണ്ട് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആദ്യത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. രണ്ടാമത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഈ ക്ലോക്ക് എന്ന് പറയുന്ന ഇൻപുട്ടിനെ നമ്മളൊന്ന് ഒരു നോട്ട് ഗേറ്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ നോട്ട് ഗേറ്റിലേക്ക് കൊടുത്താൽ നോട്ട് ഗേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിൽ എന്ത് കൊടുക്കുന്നു അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അതായത് ഇൻപുട്ട് 0 കൊടുത്താൽ ഔട്ട്പുട്ട് 1 കിട്ടും, ഇൻപുട്ട് 1 കൊടുത്താൽ ഔട്ട്പുട്ട് 0 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആദ്യത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് എന്ന് പറഞ്ഞ ഇൻപുട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു. രണ്ടാമത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ക്ലോക്ക് എന്ന് പറഞ്ഞ ഇൻപുട്ടിനെ നോട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു സർക്യൂട്ടാണ് നമ്മുടെ മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആ ഒരു നെയിം മാസ്റ്റർ സ്ലേവ് അത് വരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ആ ഒരു ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടിനെ ഫീഡ്ബാക്ക് ചെയ്ത് ആദ്യത്തെ രണ്ടാമത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിന്റെ ഔട്ട്പുട്ടിനെ ഫീഡ്ബാക്ക് ചെയ്ത് ഒന്നാമത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെ ആദ്യത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് മാസ്റ്റർ ആയിട്ടും രണ്ടാമത്തെ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു സ്ലേവ് ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്.
പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ കേസിൽ നോക്കിയാൽ നമ്മൾ ആദ്യത്തെ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. അതിന്റെ ഇൻവേഴ്സ് ആണ് രണ്ടാമത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് 1 ആണെങ്കിലാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആകുന്നത്. ക്ലോക്ക് ഇൻപുട്ട് 0 ആണെങ്കിൽ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് മെമ്മറി സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം ഇവിടെ ഈ ഒരു ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് 1 കൊടുക്കുകയാണ് എങ്കിൽ ഈ ആദ്യത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആകും. പക്ഷേ ഈ ക്ലോക്ക് ഇൻപുട്ടിന്റെ ഇൻവേഴ്സ് ചെയ്ത് 0 എന്ന് പറഞ്ഞൊരു ക്ലോക്ക് ആയിരിക്കും രണ്ടാമത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്നത്. സോ അത് ഒരു ഇൻആക്റ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മെമ്മറി സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇനി ഇവിടെ ഒരു ക്ലോക്ക് ഇൻപുട്ട് 0 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് മെമ്മറി സ്റ്റേറ്റ് ഇരിക്കും. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ക്ലോക്ക് ഇൻപുട്ട് എന്ത് വരും? 1 വരും. 1 വരുന്നത് കൊണ്ട് അത് ആക്റ്റീവ് ആവുകയും ചെയ്യും. അറ്റ് എ ടൈം മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആകുമ്പോൾ മറ്റൊരു മെമ്മറി സ്റ്റേറ്റിലായിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും അതിന്റെ വർക്കിംഗ് വരുന്നത്. ഇത് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പേര് വരാനുള്ള കാരണം ഒരെണ്ണം മാസ്റ്റർ ആയിട്ട് മറ്റേത് സ്ലേവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം ആദ്യത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. അതിന് പകരമായി രണ്ടാമത്തെ ഔട്ട്പുട്ടിന് ആദ്യത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് തിരിച്ച് ഇൻപുട്ട് ആയിട്ട് തന്നെ കൊടുക്കുന്നു. അങ്ങനെ മാസ്റ്ററും സ്ലേവും ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് ഇതിന് നെയിം വരാൻ കാരണം. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു ക്ലോക്ക് ഇൻപുട്ട് ആദ്യത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൊടുക്കുന്ന ക്ലോക്ക് ഇൻപുട്ട് എന്താണോ അതിന് ഇൻവേഴ്സ് ആയിരിക്കും രണ്ടാമത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. സോ അറ്റ് എ ടൈം ഇതിൽ ഒരാൾ ആക്റ്റീവും മറ്റേ ആള് മെമ്മറി സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ഈ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അതെങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി റേസ് അറൗണ്ട് കണ്ടീഷൻ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നോർമലി നമുക്കറിയാം നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ J=1, K=1, ക്ലോക്ക് 1 ഇങ്ങനെ കൊടുത്ത ടൈമിലാണ് നമുക്ക് റേസ് അറൗണ്ട് കണ്ടീഷൻ വന്നത്. ഇവിടെ നമുക്ക് J=1, K=1, ക്ലോക്ക് 1 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നോക്കി 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിന് നമുക്ക് തൽക്കാലം മാസ്റ്റർ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിനെ QM എന്നും ഇവിടെ QM ബാർ എന്നും ജസ്റ്റ് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ Jക്കും Kക്കും 1 കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ J1 ആണ്, K1 ആണ്, പിന്നെ ക്ലോക്ക് ഇൻപുട്ടും 1 ആണ്. ക്ലോക്ക് ഇൻപുട്ട് 1 ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് മാസ്റ്റർ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ഇൻപുട്ട് 1 ആണ്. സോ ഈ ഡിവൈസ് ആക്റ്റീവ് ആവുകയാണ്. നമുക്ക് QMൽ ഒരു ഔട്ട്പുട്ട് കിട്ടും. അതിന്റെ കോംപ്ലിമെന്റ് നമുക്ക് QM ബാറിലും കിട്ടും. ഓക്കെ, അപ്പം മാസ്റ്റർ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ്. ഇനി സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസ് എന്ത് നടക്കുന്നു നോക്കാം. ക്ലോക്ക് ഇൻപുട്ട് 1 ആണെങ്കിൽ ക്ലോക്ക് ഇൻപുട്ടിന്റെ കോംപ്ലിമെന്റ് ആണ് നമ്മൾ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ ക്ലോക്ക് 1 ആണെങ്കിൽ ഈ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 0 വരും. ഈ 0 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് നമ്മളിവിടെ 3 ഉം 4 എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് വരുന്ന JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻപുട്ട് 0 ആണ് വന്നത്. ക്ലോക്ക് ഇൻപുട്ട് 0 ആണ്. ക്ലോക്ക് ഇൻപുട്ട് 0 ആണെങ്കിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് Jയുടെയും Kയുടെയും വാല്യൂ എന്ത് തന്നെയായാലും ശരി, ഇവിടുത്തെ കേസിൽ Jന്റെ വാല്യൂ QM ആണ്. അതായത് നമ്മളുടെ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണെങ്കിൽ ഇതിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ഇൻപുട്ടിന്റെ വാല്യൂ എന്ത് തന്നെ ആയാലും ശരി, ക്ലോക്ക് ഇൻപുട്ട് 0 ആയതുകൊണ്ട് സ്ലേവിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെമ്മറി സ്റ്റേറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ക്യൂവിന്റെയും അതേപോലെ തന്നെ ക്യൂ ബാറിന്റെയും വാല്യൂ എന്ന് പറയുന്നത് പ്രീവിയസ്ലി എന്ത് വാല്യൂ ആയിരുന്നു ആ സെയിം വാല്യൂ തന്നെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വന്നു. അപ്പൊ നമ്മൾ നോർമലി ആലോചിച്ച് നോക്കൂ. JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ J=1, K=1, ക്ലോക്ക് 1 എന്ന് കൊടുത്താൽ പ്രീവിയസ് വാല്യൂ എന്തായിരുന്നു അതിന്റെ കോംപ്ലിമെന്റ് ആയിരുന്നു ഔട്ട്പുട്ട് കിട്ടിയിരുന്നത്. പക്ഷെ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വന്നപ്പോൾ നോക്കൂ, നമ്മുടെ ഇവിടെ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിന്റെ കേസും സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിന്റെ കേസും നമ്മൾ പറയുന്നുണ്ട്. ഈ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഇവിടുത്തെ കേസിൽ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയാൽ നമുക്ക് J1 ഉം K1 ഉം ക്ലോക്ക് 1 ഉം കൊടുത്താൽ
സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഈ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെമ്മറി സ്റ്റേറ്റ് എന്ന് തന്നെ കിട്ടി. അതായത് നേരത്തെ ക്യൂവിന്റെ വാല്യൂ സീറോ ആയിരുന്നെങ്കിൽ ഇപ്പോഴും സീറോ എന്ന് തന്നെ കിട്ടി. അല്ല ഇപ്പൊ നേരത്തെ ക്യൂവിന്റെ വാല്യൂ 1 ആയിരുന്നെങ്കിൽ ഇപ്പോഴും 1 എന്ന് തന്നെ കിട്ടി. അപ്പൊ നോക്കിയാൽ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്താണ്? നേരത്തെ 0 ആണെങ്കിൽ ഇപ്പൊ 1 കിട്ടും, നേരത്തെ 1 ആണെങ്കിൽ ഇപ്പൊ 0 കിട്ടും. പക്ഷെ ഇവിടുത്തെ കേസിൽ നോക്കിയാൽ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 0 1 ആവുകയോ അല്ലെങ്കിൽ 1 0 ആവുകയോ ചെയ്യില്ല, പകരം 0 0 ആയിട്ട് തന്നെ നിൽക്കും, അല്ലെങ്കിൽ 1 1 ആയിട്ട് നിൽക്കും. അതായത് പ്രീവിയസ് സ്റ്റേറ്റ് എന്ത് വാല്യൂ ആയിരുന്നു ആ വാല്യൂ തന്നെ നിന്നു. അതായത് റേസ് അറൗണ്ട് കണ്ടീഷൻ നടന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് ക്ലോക്കിന് 0യും കൂടെ കൊടുത്തെന്ന് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഇനി J ഈക്വൽ ടു 1 തന്നെയാണ്, K ഈക്വൽ ടു 1 തന്നെയാണ്, ജസ്റ്റ് ക്ലോക്ക് ഈക്വൽ ടു 0 എന്ന് കൂടി കൊടുക്കാം. അപ്പൊ ക്ലോക്ക് ഇൻപുട്ട് 0 ആണെങ്കിൽ നമ്മുടെ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് എന്ന് പറയുന്ന ഇൻപുട്ടാണ് 0. അപ്പൊ ക്ലോക്ക് എന്ന് പറയുന്ന ഇൻപുട്ട് 0 ആണ്. സോ നമ്മുടെ ഈ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് മെമ്മറി സ്റ്റേറ്റിലായിരിക്കും. സോ നമ്മുടെ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത് QM എന്നും QM ബാർ എന്നുമാണ് ഔട്ട്പുട്ടിനെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. അത് നേരത്തെ എന്ത് വാല്യൂ ആയിരുന്നോ ആ സെയിം വാല്യൂ തന്നെയായിരിക്കും ഇപ്പോഴും കിട്ടുക, കാരണം ക്ലോക്ക് ഇൻപുട്ട് 0 ആണ്. ഇനി സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസ് എന്ത് നടക്കുന്നു നോക്കാം. സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ നമുക്ക് ക്ലോക്ക് ഇൻപുട്ട് നമ്മൾ 0 എന്നാണ് മാർക്ക് ചെയ്തത്. അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും സ്ലേവിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് 0 എന്നാണ് മാർക്ക് ചെയ്തത്, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ആയിരിക്കും നമ്മുടെ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ 1 എന്ന് പറയുന്ന ഒരു ക്ലോക്ക് ഇൻപുട്ട് വന്നതുകൊണ്ട് ഈ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആകും, നമുക്ക് അതിനൊരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പൊ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതെങ്ങനെ കിട്ടും എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ഇൻപുട്ട് 1 ആണ്. ഇനി ബാക്കി രണ്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ QM എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ടും QM ബാർ എന്ന് പറയുന്ന ഈ ഔട്ട്പുട്ടും ആണ് വരുന്നത്. പക്ഷേ ഈ നമ്മുടെ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇപ്പോൾ ക്ലോക്ക് ഇൻപുട്ട് 0 ആയത് കാരണം മാസ്റ്റർ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് മെമ്മറി സ്റ്റേറ്റ് ഇരിക്കുകയാണ്. അപ്പൊ ഈ QM-ന്റെയും QM ബാറിന്റെയും വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ എന്തായിരുന്നു ആ വാല്യൂ തന്നെയാണ് ഇപ്പോഴും QM-നും QM ബാറിനും ഉള്ളത്. ആ വാല്യൂ ആണ് നമ്മുടെ ഈ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ഔട്ട്പുട്ട് കിട്ടും, പക്ഷെ ഔട്ട്പുട്ട് കിട്ടുമെങ്കിലും നേരത്തെ എന്ത് ഔട്ട്പുട്ട് ആയിരുന്നു അത് തന്നെ ഇപ്പോഴും കിട്ടും. ഈ ഒരു രീതിയിലാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അകത്ത് റേസ് അറൗണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മുടെ നോർമൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നു. രണ്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ആദ്യത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. പിന്നെ രണ്ടാമത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഔട്ട്പുട്ടുകളെ നമ്മൾ ആദ്യത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിലേക്കാണ് ഫീഡ്ബാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മാസ്റ്റർ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുക്കുന്ന ക്ലോക്കിന്റെ ഇൻവേഴ്സ് ആയിരിക്കും സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ഇവരിൽ ഒരാൾ ആക്റ്റീവ് മറ്റൊരാൾ മെമ്മറി സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. നോർമലി JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ക്ലോക്ക് ഇൻപുട്ട് 1 Jയും Kയും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ടോഗിൾ ചെയ്ത് വരും. അതായത് പ്രീവിയസ്ലി Qന്റെയും Q-ബാറിന്റെയും വാല്യൂ 0യും 1ഉം ആണെങ്കിൽ Jക്കും Kക്കും 1 കൊടുത്ത് കഴിയുമ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് 0 മാറി 1 വരും, 1 മാറി 0 വരും. പക്ഷേ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ Jക്കും Kക്കും ക്ലോക്കിനും 1 കൊടുത്താൽ പ്രീവിയസ്ലി 0 1 ആണെങ്കിൽ ഇപ്പോഴും 0 1 എന്ന് തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതായത് നമുക്ക് ടോഗിൾ എന്ന് പറയുന്നൊരു ഓപ്പറേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ റേസ് അറൗണ്ട് കണ്ടീഷൻ നമുക്ക് ഈ ഒരു രീതിയിൽ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ക്ലോക്ക് ഇൻപുട്ട് എന്താണ് നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് 1 കൊടുത്താൽ ആദ്യത്തെ ഡിവൈസ് ആക്റ്റീവ് ആവും. അതിന്റെ ഓപ്പോസിറ്റ് കൊടുക്കുമ്പോഴാണ് രണ്ടാമത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആവുന്നത്. സോ നമ്മുടെ ഈ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അകത്ത്
എഡ്ജ് ട്രിഗറിംഗ് ആണ് നടക്കുന്നത്. എഡ്ജ് ട്രിഗറിംഗ് ആണ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ അകത്ത് നടക്കുന്നത്. അപ്പൊ നമ്മൾ ട്രിഗറിംഗ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് എന്താണ് എഡ്ജ് ട്രിഗറിംഗ് എന്ന്. എഡ്ജ് ട്രിഗറിംഗ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ക്ലോക്ക് ഇൻപുട്ട് ഉണ്ട്. ആ ഒരു ക്ലോക്ക് ഇൻപുട്ടിന്റെ പോസിറ്റീവ് എഡ്ജിൽ അല്ലെങ്കിൽ ഒരു ക്ലോക്ക് ഇൻപുട്ടിന്റെ നെഗറ്റീവ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടോ ആണ് ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലോക്ക് ഇൻപുട്ടിന്റെ പോസിറ്റീവ് എഡ്ജിലാണ് ഔട്ട്പുട്ടിന് ചേഞ്ച് വരുന്നതെങ്കിൽ, ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറയും. അതേപോലെ തന്നെ ക്ലോക്ക് പൾസിന്റെ നെഗറ്റീവ് എഡ്ജിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്നും പറയും. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് 1 കൊടുത്തു, അപ്പോഴാണ് നമുക്ക് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവായി ഔട്ട്പുട്ട് കിട്ടി. ആ ഒരു ടൈമിൽ ഇൻവേഴ്സ് ചെയ്തൊരു ക്ലോക്കാണ് രണ്ടാമത്തെ സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ ആക്ച്വലി ക്ലോക്ക് പൾസിന്റെ പോസിറ്റീവ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഈ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലോക്ക് പൾസിന്റെ നെഗറ്റീവ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് സ്ലേവ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് അറിയാം ഈ മാസ്റ്റർ സ്ലേവ് സർക്യൂട്ടിന്റെ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ സ്ലേവ് സർക്യൂട്ടിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സ്ലേവ് സർക്യൂട്ടിൻ്റെ അകത്ത് ഏത് ട്രിഗറിംഗ് ആണുള്ളത്? നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് ഉള്ളത്. സോ നമ്മുടെ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് ഉള്ളത്. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ റേസ് അറൗണ്ട് കണ്ടീഷൻ റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ആ ഒരു ടൈമിംഗ് ഡയഗ്രം എങ്ങനെയാണ് വരുന്നത് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ എങ്ങനെയാണ് ആ ടൈമിംഗ് ഡയഗ്രം വരുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും അത് സംഭവം ഇത്രയും ഉള്ളൂ. ഒരു ക്ലോക്ക് പൾസിന്റെ ലോയിൽ നിന്നും ഹൈയിലേക്കുള്ളൊരു ട്രാൻസിഷനിൽ, ആ ഒരു ട്രാൻസിഷനിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡിവൈസ് ട്രിഗർ ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറയുന്നത്. ക്ലോക്ക് പൾസിന്റെ ഹൈയിൽ നിന്ന് ലോയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനിലാണ് നമ്മുടെ ഡിവൈസ് ട്രിഗർ ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മുടെ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് ഉള്ളത്. വിച്ച് മീൻസ് നമ്മുടെ ക്ലോക്ക് പൾസ് ഹൈയിൽ നിന്നും ലോയിലേക്ക് പോകുമ്പോഴായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, നമ്മുടെ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫൈനൽ ഔട്ട്പുട്ടായ Qന്റെ വാല്യൂ നമുക്ക് ഹൈ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു ടൈമിംഗ് ഡയഗ്രം വരുന്നത് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ആദ്യം ക്ലോക്ക് ഇൻപുട്ട് വരച്ചു. അപ്പോൾ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൈ ഉണ്ട്, ഹൈ ലോ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരികയാണ്. ദെൻ നമുക്ക് J=1 K=1 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. സോ J=1 ഒരു ലൈൻ വരച്ചു, K=1 ഒരു ലൈൻ വരച്ചു. ദെൻ നമ്മുടെ മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q ആണ്. സോറി, ലൈൻ വരയ്ക്കേണ്ട, മെയിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q ആണ്. Qനാണ് നമുക്ക് Q എങ്ങനെ വരുമെന്ന് നോക്കാം. പിന്നെ നമ്മൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പറയുമ്പോൾ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് QM എന്നാണ് ഡിനോട്ട് ചെയ്തത്. സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടാണ് Q എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ Q ആണ് നമ്മുടെ മെയിൻ ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വരയ്ക്കുന്ന ടൈമിൽ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് ആ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നടക്കുന്നത്. സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടാണ്. അതുകൊണ്ടാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ട്രിഗറിംഗ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് QM കൂടി വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് ഉണ്ട്, ക്ലോക്ക് പൾസ് ഉണ്ട്, അത് ലോയും ഹൈയും ആയിട്ട് ഇങ്ങനെ വേരി ചെയ്യുന്നു. J=1 ഒരു ലൈൻ വരച്ചു, K=1 അതൊരു ലൈൻ വരച്ചു. ദെൻ നമുക്ക് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും അതേപോലെ തന്നെ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലോക്ക് പൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് QM-ഉം Qവും എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ ക്ലോക്ക് പൾസിന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റെഡ് കളർ ലൈൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇവിടുത്തെ ഒരു കേസിൽ
പറഞ്ഞു ഇത് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ്. അതായത് നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് പോസിറ്റീവിലേക്ക്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഒരു ട്രാൻസിഷൻ വരുമ്പോഴായിരിക്കും QM എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. ദെൻ അത് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? അടുത്ത ഒരു പോസിറ്റീവ് ഇൻപുട്ട് വരുന്നവരെ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് പൾസിന്റെ പോസിറ്റീവ് എഡ്ജിലായിരിക്കും ആ ഡിവൈസ് ട്രിഗർ ചെയ്യപ്പെടുന്നത്. അതായത് അതിൻ്റെ ഒരു സ്റ്റേറ്റിന് ചേഞ്ച് വരുന്നത് എന്നേ ഉള്ളൂ. അല്ലാതെ ഔട്ട്പുട്ട് ഹൈ കിട്ടുന്നത് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പൾസ് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവ് എന്ന്, ലോ ആണെങ്കിൽ നെഗറ്റീവ്, അങ്ങനെയല്ല വരുന്നത്. നമ്മുടെ കയ്യിലൊരു ക്ലോക്ക് ഇൻപുട്ട് ഉണ്ട്. പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറഞ്ഞാൽ ആ ക്ലോക്ക് ഇൻപുട്ടിന്റെ ആ ഒരു ലോയിൽ നിന്നും ഹൈയിലേക്കുള്ള ഒരു ട്രാൻസിഷനിൽ ഡിവൈസ് ട്രിഗർ ചെയ്യപ്പെടും. ആ ഡിവൈസിൽ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണോ അതിന് ചേഞ്ച് വരും. ദെൻ അടുത്തൊരു ലോയിൽ നിന്നും ഹൈയിലേക്ക് ട്രാൻസിഷൻ വരുമ്പോഴായിരിക്കും വീണ്ടും ആ ഡിവൈസ് ട്രിഗർ ചെയ്യപ്പെടുന്നത്. അതാണ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ്. അതേപോലെ തന്നെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിവൈസ് ഉണ്ട്, അതെൻ്റെ ക്ലോക്ക് പൾസിന്റെ ഹൈയിൽ നിന്നും ലോയിലേക്കുള്ള ഒരു ട്രാൻസിഷനിലായിരിക്കും ആ ഡിവൈസ് ട്രിഗർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാകുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഈ QM എന്ന് പറയുന്ന ഇനിഷ്യലി നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് ലോ ആണ്. സോ QM എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലോ സ്റ്റേറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൈ ആയത്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടാണ് KM. അവിടെ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ്. സോ ക്ലോക്ക് ഇൻപുട്ടിന് പോസിറ്റീവ് എഡ്ജ് വന്നപ്പോൾ അല്ലെങ്കിൽ ലോയിൽ നിന്ന് ഹൈയിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നപ്പോൾ ഈ QM എന്ന് പറയുന്ന ഔട്ട്പുട്ടിന്റെ സ്റ്റേറ്റിന് ചേഞ്ച് വരും. അപ്പോൾ ഇതിപ്പോൾ ലോ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, അത് ഹൈ സ്റ്റേറ്റിലേക്ക് പോകും. ദെൻ ഇതിങ്ങനെ ഹൈ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? അടുത്തൊരു പോസിറ്റീവ് ട്രിഗറിംഗ് കിട്ടുന്നത് വരെ. അടുത്തൊരു പോസിറ്റീവ് ട്രിഗറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് പൾസിൽ വീണ്ടും ലോയിൽ നിന്നും ഹൈയിലേക്ക് ഒരു ട്രാൻസിഷൻ വരുന്നവരെ. അപ്പോൾ നോക്കി, ഇവിടെ ഈ ആദ്യം തുടക്കത്തിൽ ക്ലോക്ക് ഇൻപുട്ട് ലോയിൽ നിന്നും ഹൈയിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നു. QM എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലോയിൽ നിന്നത് ഹൈ ആയി. ദെൻ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് വീണ്ടും ക്ലോക്ക് ഇൻപുട്ട് ലോയിൽ നിന്നും ഹൈയിലേക്ക് ട്രാൻസിഷൻ വന്നത്. സോ നമ്മുടെ QM എന്ന് പറയുന്ന ഔട്ട്പുട്ട് ചേഞ്ച് ആവും. ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ് എന്താണോ അതിൽ നിന്ന് ചേഞ്ച് ആയി നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകും. ഇവിടെ ഹൈ എന്ന് ലോ എന്ന് പറഞ്ഞ രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ. ഇപ്പോൾ അത് ഹൈ എന്ന് പറയുന്ന സ്റ്റേറ്റിലിരിക്കുകയാണ്. സോ അത് ലോ ആവും. ലോ ആയിട്ട് ആ ലോ ലെവലിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ വീണ്ടും ക്ലോക്ക് പൾസ് ലോയിൽ നിന്നും ഹൈയിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് കിട്ടി. സോ QM എന്ന് പറയുന്ന ഔട്ട്പുട്ട് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ അത് ലോയിൽ ഇരിക്കുവാണ്, അത് ഹൈയിലേക്ക് പോകും. ഈ ഒരു രീതിയിലാണ് QM എന്ന് പറയുന്ന ഔട്ട്പുട്ട് വരുന്നത്. ഇനി Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അവിടെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ്. അതായത് ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റേറ്റിന് മാറ്റം വരണമെങ്കിൽ ഹൈയിൽ നിന്നും ലോയിലേക്ക് ഒരു ട്രാൻസിഷൻ വരണം. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ Q എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ലോ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി ഈ ഒരു പോയിന്റിലൊക്കെ എത്തുമ്പോഴെല്ലാം ക്ലോക്ക് പൾസ് ഹൈ ആണ്. സോ അതിൻ്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, അത് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നോക്കുക, നമ്മുടെ ക്ലോക്ക് പൾസ് ഹൈയിൽ നിന്നും ലോയിലേക്കൊരു ട്രാൻസിഷൻ വന്നു. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ Q എന്ന് പറയുന്ന ഒരു വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവും. Q എന്ന വാല്യൂ ചേഞ്ച് ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഏത് സ്റ്റേറ്റിൽ ഇരിക്കുന്നുണ്ടോ അതിന് ഓപ്പോസിറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. ഇപ്പോൾ ഇത് ലോ സ്റ്റേറ്റിലിരിക്കുകയാണ്, ഹൈ സ്റ്റേറ്റിലേക്ക് പോകും. ദെൻ ആ ഒരു ഹൈ സ്റ്റേറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? അടുത്തൊരു നെഗറ്റീവ് വെച്ച് ട്രിഗറിങ് കിട്ടുന്നത് വരെ. അപ്പോൾ നോക്കി, ഈ ക്ലോക്ക് പൾസ് വീണ്ടും ഹൈയിൽ നിന്നും ലോയിലേക്ക് ട്രാൻസിഷൻ ഉള്ള പോയിന്റ് ഇതാണ്. ആ ഒരു പോയിന്റിൽ വെച്ച് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ഹൈ ആണ്. സോ അത് ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകും. ഈ ഒരു രീതിയിലാണ് Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നോക്കി, നമ്മുടെ ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് QM-ന്റെ വാല്യൂ കിട്ടുന്നത്, ഹൈ കിട്ടുന്നത്. ഇനി ക്ലോക്ക് പൾസിൻ്റെ നെഗറ്റീവ് എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് Q എന്ന് പറയുന്നൊരു വാല്യൂവിന് ഹൈ വാല്യൂ കിട്ടിയത്. അപ്പോൾ ഈ Q എന്ന് പറയുന്നതാണ് നമ്മുടെ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ മെയിൻ ഔട്ട്പുട്ട്. അത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ
സ്റ്റേറ്റിൽ ചേഞ്ച് വന്നത്. സോ നമ്മുടെ മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് നെഗറ്റീവ് വെച്ച് ട്രിഗറിങ് ആണ് ഉള്ളത്. ഇത്രയേ ഉള്ളൂ മാസ്റ്റർ സ്ലേവ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പും റേസ് അറൗണ്ട് കണ്ടീഷൻ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന്, അതേക്ക് നെഗറ്റീവ് വെച്ച് ട്രിഗറിങ് എങ്ങനെയാണ് വന്നതെന്നും പറയുന്നത്. പിന്നെ നോക്കിയത് ഈ ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാകും. ഇവിടെയാണ് ഈ ക്യൂ എന്ന മെയിൻ ഔട്ട്പുട്ട്. നമ്മൾ നോർമൽ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ച ടൈമിൽ എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ക്ലോക്ക് ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഇങ്ങനെ 1ഉം 0 ആയിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലാണ് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് വന്നത്. അതിനാണ് നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷേ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നോക്കിയാൽ ഈ മെയിൻ ഔട്ട്പുട്ടിൽ എവിടെയും അങ്ങനൊരു കണ്ടീഷൻ വരുന്നില്ല. സോ നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തു.